ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കത്തിരിക്ക അതല്ലെങ്കിൽ വഴുതനങ്ങ വെച്ചിട്ടുള്ള മോരുകറി ഉണ്ടാക്കിയാലോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു ചെറിയ വ്യത്യാസത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് കത്തിരിക്ക അല്ലെങ്കിൽ വഴുതനങ്ങ വെച്ച് അടിപൊളിയായിട്ടുള്ളൊരു മോരുകറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 വഴുതനങ്ങ അല്ലെങ്കിൽ കത്തിരിക്ക എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരണം. ക്ലീൻ ചെയ്ത കത്തിരിക്ക നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിൽ വേറെ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്താം. ഇനി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. തീരെ ചെറിയ കഷ്ണങ്ങളല്ല, എന്നാൽ ഒരുപാട് വലുതും വേണ്ട. ആ ഒരു പരുവത്തിൽ നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിന് പച്ചക്കളർ വഴുതനങ്ങയോ ഏത് ഷേപ്പുള്ള വഴുതനങ്ങയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇന്ന വഴുതനങ്ങ വേണം എന്നൊന്നുമില്ല. ഇതുപോലെ നമുക്ക് എല്ലാ കത്തിരിക്കയും കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ കത്തിരിക്കയൊക്കെ മുറിച്ചതാ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിരുമ്പി പിടിപ്പിക്കണം. നമ്മളിട്ട ഉപ്പ് കത്തിരിക്കയിൽ അല്ലെങ്കിൽ വഴുതനങ്ങിൽ നല്ലപോലെ തിരുമ്പി ഒന്ന് പിടിപ്പിച്ച് കുറച്ച് നേരം മാറ്റി വെക്കണം. അപ്പോൾ അതിലുള്ള എക്സ്ട്രാ ജലാംശവും അതുപോലെ തന്നെ ആ ഒരു കറയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് വേണം. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അത് നമുക്കിതാ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. ഇന്ന ഷേപ്പിൽ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു മാത്രം. അതുപോലെ 2-3 വറ്റൽമുളക് നമുക്ക് കട്ട് ചെയ്തത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കരിവേപ്പില വേണം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്, അതേസമയം ഒട്ടും പുളിയില്ലെങ്കിലും നന്നായിരിക്കില്ല. നമ്മളിവിടെ ഒരു 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിൽ ബീറ്റ് ചെയ്തിട്ട് വെക്കണം, അതായത് കട്ടയില്ലാതിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഈ ഒരു മോരുകറിയിൽ തേങ്ങ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടിയുള്ള തൈരാണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് വെക്കാം. നമ്മുടെ തൈരും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ മോര് കാച്ചുന്നൊക്കെ പോലെ കടുക്, ഉലുവ, ജീരകം, അതുപോലെ നമ്മൾ ഇതിലേക്ക് ഒരല്പം കായത്തിന്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മോരുകറിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കത്തിരിക്കയുടെ കാര്യം നോക്കാം. അതായത് നമ്മൾ സാധാരണ മോരുകറിക്ക് കഷ്ണം വേവിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ, അതിന് പകരം നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാനാണ് പോണത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു വഴുതനങ്ങ മോരുകറിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വഴുതനങ്ങ ഉപ്പ് പുരട്ടിയിട്ട് മാറ്റി വെച്ചത്. ഇനി അത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. നമ്മുടെ കത്തിരിക്ക കഷ്ണങ്ങളൊക്കെ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല, വെള്ളമൊക്കെ കറയൊക്കെ മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരൽപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഫ്ലേവർ ഉണ്ടാവുമെന്ന് മാത്രം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ഉപ്പ് പുരട്ടിയിട്ടാണ് വെച്ചിരുന്നത്, അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഇപ്പോൾ ഉപ്പ് ചേർക്കണമെന്നില്ല കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഒരുപാട് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാൽ അതേസമയം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതുപോലെ ഏതോ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ തീരെ ലോ ഫ്ലെയിമിലല്ല കേട്ടോ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് കത്തിരിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പിഴിഞ്ഞെടുക്കുന്നത് തന്നെ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടന്റൊക്കെ നല്ലോണം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഹൈ ഫ്ലെയിമിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ആയി കിട്ടും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് മുരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഒന്നും കൂടെ ഒന്ന് ആയിക്കോട്ടെ.
നമ്മുടെ കത്തിരിക്ക ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ കത്തിരിക്ക ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ സെയിം പാനിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരൽപ്പം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 നുള്ള് ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ വറ്റൽമുളകും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് നമ്മുടെ കത്തിരിക്ക വറുത്തെടുത്തത്. അതുകൊണ്ട് തന്നെ ഒരല്പം മാത്രം മതി. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയാണ്. വളരെ കുറച്ച് മതി കേട്ടോ. അതും ചേർത്തു. ഒന്ന് ചൂടായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന തൈരുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ ഒരു പാനിൻ്റെ ചൂടിൽ കിടന്ന് തന്നെ നമ്മുടെ തൈര് സെറ്റ് ആയിക്കോളും. വേറെ തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു തൈരിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ടോ നോക്കാം. ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കരുത്, കാരണം കത്തിരിക്കയിൽ നമ്മൾ ഉപ്പിട്ടുള്ളതാണ്. അതുകൊണ്ട് കത്തിരിക്കയുടെ ഉപ്പ് നോക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഈ തൈരിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ചൂടുള്ള പാനിലേക്ക് തൈര് ചേർക്കുമ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ തൈര് പിരിഞ്ഞു പോകും. ഇതിലേക്ക് ഇന്നൊരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ എരിവിൻ്റെ കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്, കാരണം കത്തിരിക്ക വറുക്കുന്നതിൽ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ കത്തിരിക്ക ഫ്രൈ ചെയ്തത് ഒന്നുകിൽ നിങ്ങൾക്ക് കഴിക്കാൻ നേരത്ത് ചേർത്ത് മിക്സ് ചെയ്താൽ മതി, അതല്ലെങ്കിൽ നേരത്തെ തന്നെ ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ ആ തൈരിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ കത്തിരിക്കയിൽ പിടിച്ചോളും. ഞാനിപ്പോൾ ഇത് ഓൾറെഡി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന നേരമാകുമ്പോഴേക്കും ആ കത്തിരിക്കയും അതുപോലെ ആ ഒരു തൈരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഫ്ലേവർ നല്ലതുപോലെ ബ്ലെൻഡ് ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കത്തിരിക്ക മോരുകറിയുടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കത്തിരിക്ക മോരുകറി അതല്ലെങ്കിൽ വഴുതനങ്ങ മോരുകറിയുടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ്. എന്നാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.